ശിവഗീത 1-ാം അധ്യായത്തിൽ സൂതൻ മഹർഷിമാരോട് പറയുന്നു, ശിവഗീതാശ്രവണം കൊണ്ട് മാത്രം ഒരാൾക്ക് മുക്തിയെ പ്രാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവഗീത അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. കാരണം അതിൽ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും അടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ശിവഗീത ശ്രവണം കൊണ്ട് മാത്രം ഒരാൾക്ക് മുക്തിയെ പ്രാപിക്കാൻ കഴിയും. കാരണം ഇത് പകർന്ന് കിട്ടിയിരിക്കുന്നത് അത്യുന്നതങ്ങളിൽ നിന്നാണ്. അതാണ് ശിവഗീതയുടെ പ്രത്യേകത. ഇത് ശിവൻ ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുത്ത ഗീതയാണ്. അപ്പോൾ സാക്ഷാൽ ശിവബ്രഹ്മം ശിവാവതാരത്തിന് കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ ഈശ്വരാവതാരമായ രാമൻ ലഭിച്ച ഈ പുണ്യഗീത ആരാണോ കേൾക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും എന്നാണ് ഇവിടെ സൂതൻ നമ്മളോട് പറയുന്നത്. ഇത് തലമുറയെ എങ്ങനെ കൈമാറി വന്നു എന്ന് സൂതൻ വ്യക്തമാക്കുന്നുണ്ട്. ശിവഭഗവാൻ തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യന്, സ്കന്ദന് ഈ ഗീത പറഞ്ഞു കൊടുത്തു. ശിവഗീത പിന്നീട് സ്കന്ദൻ, സുബ്രഹ്മണ്യസ്വാമി സനൽകുമാരന് പറഞ്ഞു കൊടുത്തു. മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് സനൽകുമാരൻ. ആ സനൽകുമാരനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ ശിവഗീത പറഞ്ഞു കൊടുത്തത്. സനൽകുമാരൻ പിന്നീട് ഈ ശിവഗീത വേദവ്യാസന്, എല്ലാ ജ്ഞാനത്തിൻ്റെയും ജ്ഞാനമായ വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ വ്യാസൻ ഇത്രയേറെ അറിവ് നേടിയിട്ടും ആ അറിവ് പൂർണ്ണമാകുന്നത് ഈ ശിവജ്ഞാനമാകുന്ന ശിവഗീത കേട്ടിട്ട് മാത്രമാണ്. അങ്ങനെ വേദവ്യാസൻ അത് സൂതന് പറഞ്ഞു കൊടുക്കുന്നു. സൂതൻ ഇപ്പോൾ ശ്രേഷ്ഠരായ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സൂതൻ പറയുകയാണ്, വേദവ്യാസനിൽ നിന്നാണ് ഞാൻ ഈ ഗീത പഠിച്ചത്. അങ്ങനെ ഗീത എന്നെ പഠിപ്പിച്ചപ്പോൾ വേദവ്യാസൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ഈ ഗീത മറ്റാർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് എന്ന്. അത്രയ്ക്ക് ദിവ്യമാണ്. ഈ ദിവ്യമായ ഗീത മറ്റാർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് എന്ന് വേദവ്യാസൻ സൂതനോട് ചോദിച്ചപ്പോൾ സൂതൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ പറയാൻ കാരണം? ഈ വിദ്യ എന്നോട് കൂടി അവസാനിക്കണമോ? ഇത് പറഞ്ഞു കൊടുത്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ അർഹതയുള്ളവർക്ക് ശിവഗീത പറഞ്ഞു കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, ദേവകൾ കോപിക്കും. അതുകൊണ്ട് ദേവകൾ ഒരിക്കലും ഈ ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ സൂതൻ ചോദിക്കുകയാണ്, എന്താണ് ഗീത പറഞ്ഞു കൊടുക്കാൻ ദേവതകൾ തടസ്സം സൃഷ്ടിക്കുന്നത്? അപ്പോൾ അതിന് പരാശരപുത്രനായ വേദവ്യാസൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ ചോദിച്ചത് നന്നായി. എന്തുകൊണ്ടെന്നാൽ ഇത് അനുഷ്ഠിക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളാണല്ലോ. ഇത് കേൾക്കേണ്ടത് ഗൃഹസ്ഥാശ്രമികളാണ് അഗ്നിഹോത്രം നടത്തുന്നത്. ബ്രാഹ്മണരായ ഗൃഹസ്ഥാശ്രമികളാണ് അഗ്നിഹോത്രം നടത്തുന്നത്. ഈ യജ്ഞം നടത്തുമ്പോൾ ആ യജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ് ദേവന്മാർക്ക് ഭക്ഷണമായി തരുന്നത്. ദേവന്മാർക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ഭക്ഷണവും കിട്ടുന്നില്ല. ഭൂമിയിലെ ഗൃഹസ്ഥരായ അഗ്നിഹോത്രികൾ നടത്തുന്ന അഗ്നിഹോത്രങ്ങളിൽ നിന്ന് യജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസുകളാണ് ദേവകൾക്ക് ആഹാരമായി തരുന്നത്. ഈ ഹവിസുകൾ കിട്ടിയില്ല എങ്കിൽ ദേവതകൾ പട്ടിണിയാകും.
അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഭൂമിയിലെ ഗ്രസ്തരായ മനുഷ്യർ നടത്തുന്ന ഈ അഗ്നിഹോത്രങ്ങളിലെ യാഗങ്ങളിലെ ഹവിസ്സുകളാണ്. അത് ഭക്ഷിച്ച് മാത്രമാണ് ദേവന്മാർ ജീവിക്കുന്നത്. അത് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവർ അഗ്നിഹോത്രത്തിൽ താല്പര്യം കാണിക്കില്ല. അഗ്നിഹോത്രം നടത്തിയില്ല എങ്കിൽ ദേവതകൾക്ക് ഈ ഭക്ഷണം കിട്ടുകയുമില്ല. അപ്പോൾ അവിടെ ആഹാരം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥർക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുക്കരുത് എന്ന് ദേവകൾ പറയുന്നത് എന്ന് വേദവ്യാസൻ പറഞ്ഞു. അപ്പോൾ വേദവ്യാസൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഈ ഗീത അവസാനിക്കില്ലേ? അപ്പോൾ അതിന് എന്താണൊരു പരിഹാരമാർഗം? അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, ഭൂമിയിലെ മനുഷ്യർ ശിവഭക്തി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, ഒരാളുടെ ഹൃദയം ശിവഭക്തി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ അയാൾ ലോകസേവനത്തിനിറങ്ങും. അങ്ങനെ ലോകസേവനത്തിനിറങ്ങി ലോകരെ മുഴുവനും പരാർത്ഥമായി സഹായിക്കുമ്പോൾ ശിവൻ പ്രീതനായിത്തീരും. പിന്നെ ശിവഭക്തി കൊണ്ട് അവിടെ ഹൃദയം പരിശുദ്ധമായിത്തീരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ശിവഗീത പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആരാണോ ശിവഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയമുള്ളവർ അവർക്ക് തീർച്ചയായിട്ടും ശിവഗീത പറഞ്ഞു കൊടുക്കാമെന്നാണ് വേദവ്യാസൻ പറഞ്ഞത്. അതിന് കാരണം അങ്ങനെയുള്ളവരെ ദേവകൾ ദ്രോഹിക്കില്ല. ദേവകൾ ദ്രോഹിക്കാൻ ചെല്ലുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തും ശിവൻ്റെ ശൂലം. അപ്പോൾ ശിവഭക്തരായ നിറഞ്ഞ ഭക്തിയുള്ള ജനസേവ ചെയ്യുന്ന ലോകസേവ ചെയ്യുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും ഈ ശിവഗീത പഠിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മാത്രമല്ല അവർക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും. ദേവകൾ അവർക്ക് കുഴപ്പം വരുത്താതിരിക്കാൻ കാരണം ശിവനെ പേടിച്ചിട്ടാണ്. ശിവഭക്തനെ തൊടാൻ പോലും ഒരു ദേവതയ്ക്കും കഴിയില്ല. പ്രധാനമായിട്ടും 30 ദേവതകളാണത്രേ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, ഈ ശിവഭക്തന്മാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദിത്യന്മാർ 12 പേരുണ്ട്. ഈ ആദിത്യന്മാരായ ദേവകൾ 12 പേരും ശിവഗീത പഠിക്കുന്നതിന് എതിര് നിൽക്കുന്നവരാണ്. പിന്നെ അതേപോലെ 8 വസുക്കളുണ്ട്. അവരും ശിവഗീത പഠിക്കുന്നവരെ തടസ്സപ്പെടുത്തും. പിന്നെ രുദ്രദേവന്മാരുണ്ട്. 2 രുദ്രദേവന്മാർ തടസ്സം സൃഷ്ടിക്കും. അതുപോലെ അശ്വിനികൾ 2 അശ്വിനികൾ തടസ്സം സൃഷ്ടിക്കും. അങ്ങനെ 30ഓളം ദേവകൾ ശിവഗീത പഠിക്കുന്നവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത്. അതായത് എല്ലാ വിധത്തിലും ശിവഗീത പഠിച്ചാൽ ആ പഠിക്കുന്നവർ പിന്നീട് യാഗം ചെയ്യില്ല. അവർ ജ്ഞാനഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനിയായിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ യജ്ഞങ്ങളോ യജ്ഞാദികളോ ഒന്നും തന്നെ അവർ ചെയ്യില്ല. അതോടെ ദേവകളുടെ ഭക്ഷണം മുടങ്ങുകയും ചെയ്യും. അങ്ങനെ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 30 ദേവതകൾ ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് തടയുന്നത്. ഇതിനെക്കുറിച്ച് അഭിനവഗുപ്തൻ വിവരിക്കുന്നുണ്ട്. അഭിനവഗുപ്തൻ പറയുന്നത് 7 വിഘ്നങ്ങളാണ് ഇവർ സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്. ഈ ദേവതകൾ 7 തരത്തിലുള്ള വിഘ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മുടെ തന്നെ ശരീരത്തിലെ 7 ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ അജ്ഞാന ഭൂമികളിലാണ് ഇവർ പ്രവർത്തിക്കുക. ഈ ദേവകൾ
നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മുടെ അജ്ഞാന ഭൂമിയിൽ പ്രവേശിച്ചിട്ടാണ്. അത് ഏതൊക്കെയാണ് ആ അജ്ഞാന ഭൂമികൾ നോക്കൂ. ഒന്ന് ബീജജാഗ്രം, രണ്ട് ജാഗ്രത അവസ്ഥ, പിന്നെ മഹത് ജാഗ്രം, ജാഗ്രത സ്വപ്നം, സ്വപ്നം, സ്വപ്നജാഗ്രം, സുഷുപ്തി എന്നീ തലങ്ങളിൽ ഈ ദേവതകൾ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് 7 ഭൂമികളും അജ്ഞാനം, ആവരണം, ഭ്രാന്തി, ഇങ്ങനെയുള്ള 3 തടസ്സങ്ങളാണ് അവർ പ്രധാനമായിട്ടുണ്ടാകുന്നത്. ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. അവർ വീണ്ടും അവരെ അജ്ഞാനത്തിലേക്ക് ഈ ദേവകൾ വലിച്ചു കൊണ്ടുവരും. പിന്നെ ആവരണം, പലതരത്തിലുള്ള വിക്ഷേപങ്ങളും ആവരണങ്ങളും അവരിൽ ഉണ്ടാക്കും. പിന്നെ പലതരത്തിലുള്ള ഭ്രാന്തികൾ ഈ ഭക്തന്മാരിൽ ഉണ്ടാക്കാം. അങ്ങനെ ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തും. അപ്പോൾ ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഈ ദേവകളാണ് എന്ന് തന്നെ ഓർക്കുക. ഈ ദേവതകളിലെ പ്രത്യേകിച്ചും 30 പേരാണത്രേ ഈ ദേവകൾ നമ്മളെ ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇത് പണ്ടുകാലം മുതലേ നടക്കുന്നതാണ്. അത് ആധുനിക കാലത്തിലും മറ്റൊരു തരത്തിൽ ഈ ദേവകൾ നമ്മെ ശിവഗീത പഠിക്കുന്ന ജ്ഞാനഭൂമിയിൽ നിന്ന് തള്ളി അജ്ഞാനഭൂമിയിലേക്ക് തള്ളിവിടും. ആ അജ്ഞാനഭൂമികളിലെ പ്രധാനപ്പെട്ട എണ്ണത്തിലെ ബീജജാഗ്രതയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സാമാന്യമായി താൻ ഉണ്ടെന്നും തൻ്റെ വൈഭവങ്ങൾ ഇന്നതാണെന്നും എന്നാൽ ഒന്നും നല്ലതുപോലെ വിളക്കപ്പെടാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് ബീജജാഗ്രം. പിന്നെ ജാഗ്രത എന്ന് പറയുന്നത് തന്നെപ്പറ്റി തനിക്ക് തന്നെ അറിയാമെന്നുള്ള ഭാവനയോട് കൂടിയിരിക്കുന്ന അവസ്ഥ. അതായത് അഹങ്കാരം, താൻ ഈ കാണപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തനാണെന്നുള്ള അവസ്ഥയാണ് ജാഗ്രത് അവസ്ഥയിൽ ദേവകൾ സൃഷ്ടിക്കുന്നത്. പിന്നെ മഹത് ജാഗ്രതത്തിൽ, ജാഗ്രത അവസ്ഥയിലുള്ള അഹംഭാവന 10 മടങ്ങ് ശക്തിയോടെ പ്രവർത്തിക്കുന്നതാണ് മഹത് ജാഗ്രം. പിന്നെ ജാഗ്രത സ്വപ്നം, ജാഗ്രത അവസ്ഥയിൽ തന്നെ താൻ അങ്ങനെ ചെയ്യുമെന്ന് തൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് താൻ തന്നെ മേന്മ അടഞ്ഞവനാണ് എന്നും അഹങ്കരിക്കുന്നു. പലതും ആകാശക്കോട്ട കെട്ടി അയാൾ വിഹരിക്കുന്നു. ഇതാണ് ജാഗ്രത സ്വപ്നം. പിന്നെ സ്വപ്നം, ഉറക്കത്തിലുണ്ടാകുന്ന സ്വപ്നമാണ് സ്വപ്നാവസ്ഥ. പിന്നെ സ്വപ്നജാഗ്രം, ആ സ്വപ്നത്തിൽ തൻ്റെ അഭിമാനവും അഹംഭാവവും വിടാതെ അവിടെ പ്രവർത്തിക്കുന്നു എന്നും ആ അവസ്ഥയെയാണ് സ്വപ്നജാഗ്രം എന്ന് പറയുന്നത്. പിന്നെ സുഷുപ്തി എന്ന് പറയുന്നത് സകല തൻ്റെ ഇടവും വിട്ട് അവിദ്യയിലാണ് കാലത്തെ കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ അവിദ്യയിൽ കാലം കഴിച്ച് എല്ലാ തൻ്റെ ഇടവും നശിച്ച് ഉറങ്ങുന്ന അവസ്ഥയാണ് സുഷുപ്തി. ഇതാണ് അജ്ഞാനഭൂമികൾ, ഒരാളിലുള്ള 7 അജ്ഞാനഭൂമികൾ. ഈ അജ്ഞാനഭൂമികളിൽ പ്രവർത്തിച്ചിട്ടാണ് സപ്തവിഘ്നങ്ങൾ ദേവകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. ആ സപ്തവിഘ്നങ്ങളെക്കുറിച്ചിട്ട് അഭിനവഗുപ്തൻ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് എന്നിട്ട് അദ്ദേഹം തൻ്റെ രസവിചാരത്തിലും രസപഠനത്തിലും ആ സപ്തവിഘ്നങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കതിലേക്ക് കിടക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ദേവകൾ ശിവഗീത പഠനത്തിന് തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ ആധുനിക കാലത്തും ഇപ്പോഴും ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് പലരെയും തടയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഈ ദേവകൾ, അതായത് നമ്മിൽ തന്നെയുള്ള ദുഷ്ടശക്തികൾ നമ്മെ ശിവഗീത പഠിക്കുന്നതിൽ നിന്ന് തടയും. അതിന് കാരണം നാം ശിവഗീത പഠിച്ചാൽ നാം ജ്ഞാനഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ജ്ഞാനികളായ ആൾക്കാർ ഒരിക്കലും യജ്ഞാദികളോ അല്ലെങ്കിൽ അതേപോലുള്ള കർമ്മങ്ങളോ ഒന്നും ചെയ്യാതെ വരുമ്പോൾ ഈ ദേവതകൾ പട്ടിണി കിടന്ന് നരകിക്കേണ്ടി വരും. ആ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ 30 ദേവകൾ നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ സൂതനോട് വേദവ്യാസൻ പറഞ്ഞത്.
അപ്പോൾ സൂതൻ മഹർഷിമാരോട് പറയണം, ഇതിനെ എങ്ങനെ നമുക്ക് തടസ്സം നിന്ന് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാമെന്ന് മഹർഷിമാർ സൂതനോട് ചോദിച്ചപ്പോൾ പറയുന്നു, ശിവനോടുള്ള അകൈതവമായ ഒടുങ്ങാത്ത ഭക്തി ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ശിവഗീത പഠനത്തിലുള്ള തടസ്സങ്ങളെ വെട്ടി നീക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വലിയൊരു ശുഭപ്രതീക്ഷയാണ് ഇവിടെ വേദവ്യാസൻ തരുന്നത്. ശിവനോട് നിതാന്തമായ ഭക്തിയുള്ളവർക്ക് മാത്രമേ ശിവഗീത പഠിക്കാൻ പറ്റൂ. അല്ലാത്തവർക്കൊരിക്കലും ശിവഗീത പഠിക്കാൻ പറ്റില്ല. ശിവനോട് അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടായിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ലോകസേവയ്ക്ക്, ജനസേവയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. പല ആധുനിക കാലത്തെ ആചാര്യന്മാരും പറയാറുണ്ട്, മാധവ സേവയാണ് മാനവ സേവ. മാനവനെ സേവിക്കുന്നതിലൂടെ മാധവനെ സേവിക്കാൻ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതായത് ശിവഭക്തി നിറഞ്ഞു കഴിയുമ്പോൾ അവർ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങും. അങ്ങനെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവർ സത്പ്രവർത്തികൾ ചെയ്യും. ആ സത്പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉന്നതമായ ശിവഭക്തി കൊണ്ട് ഈ ഭക്തന്മാർ ശിവൻ്റെ വലിയ പ്രീതി സമ്പാദിക്കും. അങ്ങനെ ശിവഭക്തനെ തൊടാൻ ഒരു ദേവതയും തയ്യാറാവില്ല. അവർക്ക് ഭയമാണ്, ശത്രുക്കൾക്ക് ഭയമാണ് ശിവഭക്തനെ തൊട്ടാൽ ശിവൻ തിരിച്ചടിക്കും. ശിവൻ്റെ ശൂലം അവരുടെ നെഞ്ചത്ത് തറയ്ക്കും. അപ്പോൾ ആ ത്രിശൂലത്തിൻ്റെ ഭയാനകത ഓർത്തിട്ട് ആരും ശിവഭക്തന്മാരെ തൊടില്ല. അപ്പോൾ നമുക്ക് ശിവഭഗവാൻ നൽകുന്ന ഒരു ഉറപ്പുകൂടിയാണിത്. നീ ഒരു ശിവഭക്തനാണ് എങ്കിൽ നിന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് ഇവിടെ ശിവഭഗവാനും വേദവ്യാസനും നമുക്ക് നൽകുന്ന ഉറപ്പ്. നമ്മൾ ശിവഭക്തി കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെയാണ് ജീവിക്കുന്നത് എങ്കിൽ, ലോകസേവ ചെയ്തുകൊണ്ട് നന്മകൾ മാത്രം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഒരു ശിവഭക്തനെ തൊടാൻ ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു ജീവിക്കും, ദേവകൾക്ക് പോലും സാധ്യമല്ല. ആ ദേവകൾ പോലും ഭയപ്പെട്ട് പിന്മാറും. ശിവൻ അത്രമേൽ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയും. മാത്രമല്ല, ശിവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഭക്തനെ കാത്തു രക്ഷിക്കുക എന്നുള്ളത്. ശിവൻ്റെ മേൽ വീഴുന്ന ഒരു ചെറിയ കരിയില പോലും സമ്മതിക്കില്ല ശിവഭഗവാൻ. അപ്പോൾ അത്രയ്ക്ക് ശിവൻ തൻ്റെ ഭക്തനെ സ്വന്തം കുഞ്ഞിനേക്കാൾ സ്നേഹത്തോടെ, സ്വന്തം മകനേക്കാൾ അല്ലെങ്കിൽ മകളേക്കാളുള്ള സ്നേഹത്തോടെ ശിവൻ പോറ്റി വളർത്തും. അയാളെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല. ശിവൻ്റെ അനുഗ്രഹമുള്ളിടത്തോളം കാലം അയാളുടെ നേരെ വരുന്ന ഓരോ അസ്ത്രവും അത് തൊടുത്ത് വിട്ട ആളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഒരു ശിവഭക്തനെ ഒരാൾ ദ്രോഹിക്കുകയാണ് എങ്കിൽ ആ ദ്രോഹപ്രവൃത്തി ശിവഭക്തനിൽ ഏശുക ഇല്ല എന്ന് മാത്രമല്ല, ആ ദ്രോഹപ്രവൃത്തി അത് ആരാണോ തൊടുത്തു വിട്ടത് അയാളിലേക്ക് തന്നെ 100 അമ്പുകളായി ചെന്ന് ഭയങ്കരമായ രീതിയിൽ പൊട്ടിത്തെറിച്ച് ആ ആളെ നശിപ്പിക്കുക. അതാണ് ശിവൻ്റെ ത്രിശൂലത്തിനുള്ള മഹാകഴിവ്. അങ്ങനെ ത്രിശൂലം സ്വന്തമായുള്ള ശിവഭഗവാൻ എല്ലാ ഭക്തന്മാരെയും രക്ഷിച്ചുകൊണ്ട് നമ്മെ കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ ശിവഗീത പഠിക്കുന്നതിലുള്ള തടസ്സങ്ങളിൽ നിന്ന് നമ്മെ പരിപൂർണമായി ശിവഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശിവായ നമഃ.